നമസ്കാരം. അപ്പോൾ കേരളത്തില് പ്രായമായവരാരും മരിക്കുന്നില്ല. പെൻഷൻ വാങ്ങി അങ്ങ് ജീവിക്കുക, സർക്കാരിന് സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുക, അത് തന്നെ ഉദ്ദേശം. പോയി ചത്തൂടെ നിങ്ങൾക്കൊക്കെ. ഒരു പ്രായമായില്ലേ, ഇനിയെങ്കിലും സർക്കാരിന് ബാധ്യത വരുത്തി വെച്ചുകൂടായിരുന്നു. എന്തിനാ ഇങ്ങനെ നിങ്ങളൊക്കെ ജീവിക്കുന്നത്? ഇത്രയും പെൻഷൻ വാങ്ങി നീയൊക്കെ സർക്കാരിനെ മുടിപ്പിക്കുക. കുറെ കാലം കൊണ്ട് പെൻഷൻ വാങ്ങുന്നില്ലേ, ഇനിയെങ്കിലുമൊക്കെ പോയി ചത്തൂടെ? ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക മന്ത്രി പറഞ്ഞതാണ്. എന്തൊരു സംസ്കാരമുള്ള കേരളം അല്ലേ! കേരളത്തിലെ വയോജനങ്ങളെല്ലാം പോയി മരിച്ചൂടി. കേരളത്തിന് എന്തിനാണ് വെറുതെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെക്കുന്നത്? ഇത്രയും പെൻഷൻ വാങ്ങിച്ച് സജി ചെറിയാൻ പ്രസംഗിച്ചതാണ് നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി. സാമ്പത്തിക മന്ത്രിയല്ല, സോറി, അദ്ദേഹം പൊതുവേദിയിൽ പ്രസംഗിച്ചതാണ്. അത് ഇതിനു മുമ്പ് ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത ഭരണഘടന കുന്താണ്, കൊടച്ചക്കറാണെന്നൊക്കെ ഒരു വിവാദ പ്രസംഗം നടത്തിയിരുന്നു. അതിനെതിരെ കേസൊക്കെ ഉണ്ടായതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരുപാട് നടത്തി. എന്താണെന്നല്ല, നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും ഒരു അക്ഷരം എഴുതാൻ അറിയില്ല എന്നാണ് വിദ്യാർത്ഥികളെ നിങ്ങളെ കളിയാക്കിയത്. എഴുതാൻ അറിയാൻ വയ്യാത്തോണ്ടാണ് അവർ ഇത്രയും വിഷയങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി പുറത്തേക്ക് വന്നത്. അപ്പൊ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾ കളിയാക്കുകയല്ലേ ചെയ്യുന്നത്? എന്തൊരു അക്ഷരം എഴുതാൻ അറിയാൻ വയ്യെങ്കിൽ കുട്ടികൾ എങ്ങനെ ജയിച്ചു, എങ്ങനെ മാർക്ക് കൊടുത്തു? അധ്യാപകരെയും കൂടി കളിയാക്കുകയല്ലേ? അധ്യാപകരെ കളിയാക്കുക മാത്രമല്ല, ഈ റിട്ടയർഡായ അധ്യാപകരുണ്ടല്ലോ, അവരെന്തിനാ ഇങ്ങനെ പെൻഷൻ വാങ്ങിച്ച് ജീവിക്കുന്നത്? അതും പറയുന്നുണ്ട്. അപ്പം ഈ കേരളത്തിലെ മന്ത്രിമാരെല്ലാം ഇങ്ങനെ തുടങ്ങിയല്ലോ. എടോ, നീയൊക്കെ അല്ലേ ഈ കേരളത്തിലെ എത്രയും പണങ്ങൾ നാട്ടുകാരന്റെ, അതായത് ഓരോ വ്യക്തിയുടെയും പൈസ കൊണ്ടാണ് നീയൊക്കെ അവിടെ ഇരുന്ന് സൂഹിക്കുന്നത്. കേരളത്തിലെ വയോജനങ്ങളുടെ പൈസ കൊണ്ടാണ് നീ അവിടെ ഇരുന്ന് സൂഹിക്കുന്നത്. വയോജനങ്ങളില്ലായിരുന്നെങ്കിൽ നീയൊന്നും അവിടെ കയറില്ല. നിന്നെ വോട്ട് ചെയ്ത് കയറ്റിയതും ഇവിടുത്തെ കേരളത്തിലെ വയോജനങ്ങളാണ്. ചെറുപ്പക്കാര് വിഷമിക്കണ്ട, നീ വയോജനങ്ങൾ ആയിക്കോളും. എന്തായാലും ഇത്രയും നേറികെട്ട വർത്തമാനം പറയുന്നത് കേരളത്തിലെ മന്ത്രിമാരിലല്ലാതെ വേറെ എങ്ങുമില്ല. അവര് ഉപയോഗിക്കുന്നത് ലക്ഷങ്ങൾ വിലയുള്ള കാറുകൾ. എന്നാൽ അങ്ങോട്ട് നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ ചെന്ന് നോക്കാം, അവിടെ BJP ഭരിക്കുന്ന സ്റ്റേറ്റിലായാലും അല്ലെങ്കിലും അവരുപയോഗിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ ഒരു 10-12 വർഷം പഴക്കമൊക്കെ ഉള്ള വാഹനങ്ങളാണ് അവരുപയോഗിക്കുന്നത്. വെറും നമ്മുടെ മാരുതി സുസുക്കിയുടെ എർട്ടിക പോലുള്ള വാഹനങ്ങളൊക്കെയാണ് അവരുപയോഗിക്കുന്നത്. ഇവിടെ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർ ഉപയോഗിക്കുന്നതോ എന്താണ്? ഇന്നോവ ക്രിസ്റ്റ. ഓരോ വർഷവും 10-30 കോടി രൂപയിലൂടെ നിങ്ങൾ വണ്ടി, പുതിയ കാർ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ ബഡ്ജറ്റിൽ വിലയിരുത്തിയിരിക്കുന്നത്. ഇതെന്താ ഓരോ വർഷവും വണ്ടി വാങ്ങി കളിക്കാൻ എന്തോന്നാ ഇത്? അതൊക്കെ നിങ്ങളുടെ ജനങ്ങളുടെ പൈസയല്ലേ, നിങ്ങളുടെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതൊന്നും അല്ലല്ലോ. ഈ വയോജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നത് നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയെന്നോ അതോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നതൊന്നും അല്ലല്ലോ. അവരുടെ ടാക്സിൽ നിന്ന് പിടിച്ച് സർക്കാരിന്റെ ഉത്തരവാദിത്വം അല്ലേ സർക്കാർ നിറവേറ്റുന്നുള്ളൂ. നീ ഇവിടെ നിന്ന് ഘോരഘോരം പ്രസംഗിക്കാൻ എന്തോന്നാ, ഒരു മാസം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ സജി ചെറിയാനെ എന്ന് വിളിക്കും, മറ്റവനെ എന്ന് വിളിക്കും, മറിച്ചവനെ എന്ന് വിളിക്കും, പുറകെ വരുമെന്നൊക്കെ. അത് അവരുടെ അവകാശമല്ലേ. ഇനി സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട് അവർ പെൻഷൻ വാങ്ങിക്കുന്നവർ അവരവരുടെ ജോലി ചെയ്തതിന്റെ ഭാഗമല്ലേ. ഇത്രയും നാള് സർക്കാരിനെ അല്ലേ സേവിച്ചത്? നിന്നെയൊക്കെ അവിടെ കയറ്റി ഇരുത്തിയത് അവരാണല്ലോ. ഈ അവരെ പോലുള്ളവരുടെ ഈ പൈസ കൊണ്ടാണല്ലോ നിങ്ങൾ ഈ 12 വണ്ടികളുടെ അകമ്പടിയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സർക്കാരിന് എത്ര രൂപ ചെലവാണെന്ന് അറിയാമോ? ഇതൊക്കെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണോ? ഞങ്ങളെ പോലുള്ള ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. നിങ്ങൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാമോ? ഒരു ആശുപത്രി കേസ് പോയാലോ, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് പോയാലോ, ട്രാൻസ്പോർട്ട് ബസ് പോയാലോ, ഇവരെല്ലാം മാറി നിൽക്കണം, നിങ്ങൾക്ക് വഴിയൊരുക്കി തരണം. എന്നിട്ട് എത്ര വണ്ടിയാണ് കടന്നു പോകുന്നത്? ആംബുലൻസ് മുതൽ ഒരു 10-12 ഇന്നോവ ക്രിസ്റ്റ, ഇതെല്ലാം നിങ്ങളുടെ ഒരു മന്ത്രിയുടെ പുറകെ വാല പോണം. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ അമേരിക്കയിലെ ചികിത്സിക്കുള്ളൂ, ചികിത്സിക്കാനുള്ള പണം ഞങ്ങൾ തരണം. എന്നിട്ട് അവിടെ കയറുന്നുണ്ട് പ്രസംഗിക്കുകയാണ്. നമുക്ക് ആ പ്രസംഗം ഒന്ന് കേട്ട് നോക്കാം, എന്നിട്ട് പറയാം. എന്താ
എങ്കിലും അതിനൊരു ത്രില്ലുള്ളൂ. അത് ചുമ്മാ വെറുതെ ഞാൻ ഇവിടെ നലച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് സജി ചെറിയാൻ്റെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. വയോജനങ്ങളെ നിങ്ങൾ കേൾക്കണം. കേട്ടോളൂ. ആ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന സ്ത്രീ സമൂഹം, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്കണവാടി ടീച്ചർമാർക്ക് 10,000, 14,000, 15,000 രൂപ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്കണവാടി വർക്കർമാർക്ക് പറഞ്ഞ കാശ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? 64 ലക്ഷം ക്ഷേമ പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പെൻഷൻ പറ്റിയ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. മരണസംഖ്യ വളരെ വളരെ കുറവാണ്. എന്നുവെച്ചാൽ മരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആരോഗ്യ പരിപാലനത്തിൽ ഇന്ത്യയിൽ നമ്പർ 1 സ്റ്റേറ്റാണ്. അതും പ്രശ്നമാണ്. ജനിക്കുന്നത് മാത്രമല്ല മരിക്കുന്നത് വളരെ കുറവാണ്. 80, 85, 90, 95, 100. എന്റെ അമ്മയ്ക്ക് 94. 50,000 രൂപക്കുള്ള പെൻഷൻ ഇപ്പൊ വിളിക്കുക അപ്പന്റെ അമ്മയുടെ കൂടെ. ഞാൻ തന്നെ ചോദിക്കാറ്, എന്റെ പൊന്നു നല്ല നിങ്ങൾക്ക് ഈ കാലിന്റെ കൂടെ എന്റെ പൊന്നു മേടിക്കാതിരിക്കാൻ പറ്റും? കഷ്ടപ്പെട്ട് ജോലി ചെയ്തല്ലേ. 50,000 ആവശ്യമുള്ളൂ. കാരണം വീട്ടിലോ കടന്നേ മതി. 94 വയസ്സിന്റെ അമ്മയെ കൊണ്ട് മരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. എന്റെ അമ്മ ജീവനോട് 25 കൊല്ലം കൂടെ ജീവിക്കണം. അത്രയും സഹായം സർക്കാർ തന്നെ നമ്മളതിൽ പ്രശ്നം ചെയ്തിട്ടുള്ളൂ. നമുക്ക് ജീവിക്കുന്നു. ഇതാണ് പ്രശ്നം. ആളുകളുടെ മരണസംഖ്യ കുറവ്. അപ്പൊ പെൻഷൻ അണ്ണക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ നാളെ ആർക്കും വിഷമപ്പെട്ടിട്ടില്ല. എത്ര ലക്ഷം ആളുകൾ കേരളത്തിൽ പെൻഷൻകാരുണ്ട്? KSRTC 44,000 ഞാൻ ഇപ്പൊ കൊടുക്കാനും കിട്ടുമില്ല. അധ്യാപകർ എത്ര പെൻഷനുണ്ട്? വീട്ടിലുള്ള അധ്യാപകന്മാർ എത്ര പെൻഷൻകാരുണ്ട് കേരളത്തിൽ? ജീവനക്കാർ എത്ര പെൻഷൻകാരുണ്ട്? ഇതേ വൈകിട്ട് 1-ാം തീയതി രാവിലെ ആകുമ്പോഴേ ബാങ്കിൽ ചെന്ന് സംഗതി നോക്കുമ്പോ ഇല്ലെങ്കിലുണ്ടല്ലോ ഇങ്ങോട്ട് ഇറങ്ങി പിണറായി വൈറ്ററിയാതെ മറ്റവരെ എന്ന് വിളിക്കുന്നതിന് ഒരു മനസാക്ഷിയും കാണത്തില്ല. ആ ബാലഗോപാലാണെങ്കിൽ ഇത് കേട്ട് ഒരു പരുവത്തായി നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ കൊടുക്കാനുള്ളവർ കൊടുക്കാതിരിക്കും. അപ്പോൾ ഇപ്പൊ നമ്മൾ തീരുമാനമെടുത്തു കൊടുക്കാനുള്ളവർക്ക് എല്ലാം കൊടുക്കുക. അപ്പോൾ കേട്ടല്ലേ പ്രസംഗം? അദ്ദേഹം പൊതുവേദിയിൽ പ്രസംഗിച്ചതാണ്. ഈ വാക്കുകൾക്കൊരു അതിരില്ലേ? ഈ ഇതുപോലുള്ള മന്ത്രിമാരെ നിങ്ങൾ, പിണറായി വിജയൻ സാറെ, നിങ്ങൾ ഇതുപോലെ വെച്ചോണ്ടിരുന്നാൽ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 പ്രാവശ്യം നിങ്ങളെ കയറ്റിയത് ജനങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസം ഇതോടൊക്കെ പോയി. ഇനി വയോജനങ്ങൾ ആരെങ്കിലും വോട്ട് തരുമോ? നിങ്ങളെ ജയിപ്പിക്കുവോ? നിങ്ങൾക്ക് വണ്ടി നവകേരള യാത്രയ്ക്ക് പോകാൻ ബസ് കോടിക്കണക്കിൻ്റെ കൂടെ 1.5 കോടി രൂപയുടെ ബസ്, അതിനകത്ത് മേളിൽ നിന്ന് താഴോട്ടിറങ്ങാൻ, സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരാൻ ലിഫ്റ്റ്, അല്ലാതെ ഇറങ്ങാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സുഖ സൗകര്യങ്ങളോട് കൂടിയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. അതിനുള്ള പൈസ എവിടുന്നാ? നിങ്ങളുണ്ടാക്കിയതാ? അല്ലല്ലോ, ജനങ്ങളുടെ ടാക്സ് പൈസ തന്നെയല്ലേ. അല്ല വേറൊന്നും അങ്ങനല്ല. കേന്ദ്രം നിങ്ങൾക്ക് തന്നതൊന്നും അല്ലല്ലോ. കേന്ദ്രം തന്നതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഇതിപ്പോ കേന്ദ്രത്തിലായാലും മോദി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് 70 വയസ്സ് കഴിഞ്ഞവരെയൊക്കെ സംരക്ഷിക്കണം, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കണം, ചികിത്സാ സഹായം കൊടുക്കണം എന്നൊക്കെ പറയുന്നു. ഇയാൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു എല്ലാവരും പോയി ചാവാൻ. എന്ത് വിരോധാഭാസമാണ്? എന്താണ് ചെയ്യേണ്ടത് ഈ വയോജനങ്ങൾ? വൃദ്ധരായവർക്ക് ജീവിക്കണ്ടേ? അതെ അവരെ കൊന്നുകളയാനാണോ? എന്നാ പിന്നെ സൈഡിൽ നിന്ന് തുടങ്ങിക്കും. വാക്സിൻ കൊടുത്ത പോലെ ഒരു വാക്സിനും കൊടുത്താൽ മതി എല്ലാവർക്കും, നിർബന്ധിത വാക്സിനേഷൻ. കുറേശ്ശെ അങ്ങ് ചത്തോളുമല്ലോ. ഇപ്പൊ ചാവുന്നുണ്ടല്ലോ കുറെ പേര്, അറ്റാക്ക് വന്നു, അത് വന്നു, ഇത് വന്നു ഒക്കെ. അതുപോലെ അങ്ങ് ചത്തോളും. അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും പറയത്തില്ലെന്നാണ്. അമ്മയ്ക്കും ഉണ്ട് 94 വയസ്സായ അമ്മയ്ക്ക് 50,000 രൂപ ഇത് പെൻഷൻ വാങ്ങുന്നുണ്ട്. എന്തിനാ വാങ്ങിക്കുന്നത്? തള്ളേ എന്തിനാ വാങ്ങിക്കുന്നത് എന്നാ നീ ചോദിക്കുന്നത്? ഇതൊക്കെ എന്ത് ഭാഷയാണ്? ക്ലിഫ് ഹൗസിന്റെ മെയിൻ്റനൻസിന് കോടിക്കണക്കിന് രൂപ വർഷം തോറും പകരുന്നുണ്ടല്ലോ. അതിന്റെ ഒരു ചെറിയ ശതമാനം അതില്ല ഈ പിന്നെ വയോജനങ്ങൾക്ക് ഈ മരുന്ന് വാങ്ങാൻ കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് 1 മാസത്തെ പെൻഷൻ പൈസ കൊടുക്കാൻ വെറും 1,500 രൂപയല്ലേ ഉള്ളൂ. അതുപോലും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. എന്നിട്ടാണ് അവരോട് പോയി ചാവാൻ പറയുന്നത്. വൃദ്ധർ അവരുടെ മരണനിരക്ക് കുറവാണെന്നാണ് പറയുന്നത്.
മനനിറക്കം കുറവായത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? ദൈവം തന്ന ആയുസ് എപ്പോഴാണ് കൊടുക്കുന്നത് അപ്പോഴങ്ങ് എടുത്ത് മരിച്ചോളൂ അവര്. നിങ്ങളെ പോലുള്ളവർ വന്നിരുന്ന് പ്രസംഗിക്കണ്ട. ഈ പ്രസംഗമൊക്കെ കേൾക്കുന്ന ജനങ്ങൾക്കുണ്ടല്ലോ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. പണ്ടത്തെ കാലമല്ല ഇപ്പോഴും. പണ്ട് എത്ര പ്രസംഗങ്ങളാണ് നിങ്ങളെ പോലുള്ള ഈ സാംസ്കാരിക മന്ത്രിയെ പോലുള്ളവർ പ്രസംഗിച്ചിട്ടുള്ളത്. എല്ലാം ജനങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഇന്നത്തെ കാലത്താണ് ഇപ്പോൾ അപ്പോഴപ്പോഴ് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തും നിങ്ങളിലേക്ക് ഓരോ പ്രസംഗവും. നിങ്ങളെങ്കിലും എത്തിക്കും. യൂട്യൂബിൽ അടിച്ചു നോക്കിയാലോ അറിയാം സജി ചെറിയാന്റെ പ്രസംഗങ്ങൾ. ഏറ്റവും നല്ല പ്രസംഗങ്ങളാണ്. നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക വകുപ്പാണ് എടുത്ത് കയ്യിലോട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കണമല്ലോ. കേരളത്തിലെ വൃദ്ധരായവർ മരിക്കണമെന്ന്. ജനന റേറ്റ് കൂടുതലാണ്, മരണ റേറ്റ് കുറവാണെന്നാണ് പറയുന്നത്. അപ്പം പ്രയോജനങ്ങളെ നിങ്ങളെല്ലാവരും പോയി മരിച്ചോളും. അതാണ് നമ്മുടെ കേരളത്തിലെ സംസ്കാരം. സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത്. ഇവര് ഈ മന്ത്രിമാരാക്കിയതാരാ? ഇതുപോലെ മണ്ടന്മാരാണ്. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളൊക്കെ വരുവോ? മന്ത്രിസഭ ഉണ്ടാവുമോ? ഇല്ലെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് ജനങ്ങൾക്ക് നേരെ പ്രതികരിക്കുന്നത്. ഈ പ്രസംഗമൊക്കെ ജനങ്ങൾക്ക് നേരെയുള്ളതാണ്. മണ്ടരായ ജനങ്ങൾ നിങ്ങളൊക്കെ കയറ്റിയിരുത്തിയത് കൊണ്ട് മണ്ടന്മാരായി പോയി. എന്ത് ചെയ്യാ? അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള ഈ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് ഇനി വരുന്ന മന്ത്രിസഭയിലെങ്കിലും ഇവന്മാരെ പോലുള്ളവരെ കയറ്റിയിരുത്താതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ഈ ഇത്രയും പറഞ്ഞ മന്ത്രി സജി ചെറിയാൻ അടുത്ത ഏകദേശം പ്രായമൊക്കെ ആയല്ലോ. ഇനിയിപ്പോ ഇവിടുന്ന് റിട്ടയർഡ് ആകുമ്പോൾ എന്തായാലും പെൻഷൻ ഉണ്ടാവുമല്ലോ. അതങ്ങ് വേണ്ടാന്ന് വെക്കുവോ? അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുവോ? ഏതെങ്കിലും ഒരു പൊതുവേദി ഒന്നുണ്ടോ ചുണയുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രസംഗം നടത്തിക്കേ. ഞാൻ എൻ്റെ പെൻഷൻ വേണ്ടാന്ന് വെക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പറയുമോ? പറയത്തില്ല. കാരണം നിങ്ങൾക്ക് അത് വേണം. ജനങ്ങളെ പറയാൻ പറ്റുള്ളൂ. മന്ത്രിയായി അവിടെ കയറിയിരുന്നാൽ പിന്നെ എന്തും പറയാമല്ലോ. നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത് എവിടാ? വലിയ വലിയ ICSE സിലബസ്. പാവപ്പെട്ട സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ ആന്ന് വായിക്കാൻ അറിയത്തില്ല എന്നാണല്ലോ നിങ്ങളുടെ പരാമർശം. ആ പരാമർശവും നമ്മുടെ കുട്ടികൾ കേട്ടു. വിദ്യാഭ്യാസ മന്ത്രി നിനക്ക് നല്ല മറുപടി അതിന് തന്നിട്ടുണ്ട്. ജനങ്ങൾ കേട്ട് കാണുമെന്ന്. വിദ്യാഭ്യാസ മന്ത്രിയും കണക്കാ, എന്നാലും അതിനൊരു മറുപടി അയാൾ കൊടുത്തു. അപ്പൊ ഇത്രയും വരുന്ന ടീച്ചേഴ്സ്, അംഗൻവാടി ടീച്ചേഴ്സ്, ഇനി കോളേജ് പ്രൊഫസർമാർ വരെ, അവർക്ക് വരെ കൊടുക്കുന്ന പെൻഷനെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്. പിന്നെ ആശാവർക്കർമാര്, ആശാവർക്കർമാർ ഇത്രയും നാളായിട്ട് നിന്റെ കണ്ണിന് മുമ്പിൽ സമരം ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടോ? ഒരു 1000 രൂപ അങ്ങ് കൂട്ടിക്കൊടുത്ത് ഈ സമരം അങ്ങ് അവസാനിപ്പിച്ചാൽ എന്താ കുഴപ്പമായിരുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും ഇടിഞ്ഞു വീഴുമോ? നിങ്ങളുടെ ആർഭാടം കുറച്ചാൽ പോരെ? അതിൽ നിന്ന് ഒരു 1000 രൂപ എടുത്തങ്ങ് കൊടുത്താൽ പോരെ? അവരും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ആശാവർക്കറാണല്ലോ. ഇല്ലെന്നില്ല എന്നല്ല, കോവിഡ് സമയത്തൊക്കെ കുറച്ചൊക്കെ ചെയ്തിരുന്നു. അന്നേരമാണ് ആശാവർക്കർമാരുണ്ടെന്നുള്ളൊരു പേര് ജനങ്ങൾക്ക് മനസ്സിലായത് കോവിഡ് വന്നപ്പോൾ. എന്തായാലും അത്രയെങ്കിലും ചെയ്തല്ലോ അവര്. അപ്പൊ അവർക്കൊരു 1000 രൂപ കൊടുത്തൂടെ? അത് കുറച്ചെങ്കിലും കൊടുക്ക്. സമരം അവസാനിപ്പിക്കുക. നിങ്ങളുടെ കൺമുമ്പിലല്ലേ എന്ന് നിങ്ങൾ അവരെ മറികണമെന്നല്ലേ അങ്ങോട്ട് കയറി പോകുന്നത്? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് നിങ്ങൾ കൊടുത്താൽ ജനങ്ങളുടെ പൈസ അല്ലേ എടുത്ത് കൊടുക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും എടുത്ത് കൊടുക്കണ്ടല്ലോ 5 പൈസ. നിങ്ങൾ ജനങ്ങളുടെ പൈസ എടുത്ത് അങ്ങോട്ട് ചെലവാക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ താമസിക്കുന്നിടത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പണം ചെലവാക്കുന്നു. സാധാരണപ്പെട്ടവൻ ഇവിടെ നടന്നു പോകുന്നു. എന്നിട്ടോ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ജനങ്ങൾക്കെതിരെ. ജനങ്ങളെ സേവിക്കാൻ ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റും ഇല്ല. ഏത് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാലും ജനങ്ങളെ അവിടെ കണ്ണീര് ഉടിപ്പിച്ചല്ലാതെ വിടില്ല. നിസ്സാര ഒരു വില്ലേജ് ഓഫീസിൽ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ചെന്നാൽ 100,000 തെളിവുകളാണ് അവർക്ക് വേണ്ടത്. ഇതൊക്കെ ജനങ്ങൾ എവിടെ നിന്ന് കൊണ്ട് കൊടുക്കും? നിങ്ങൾ ഈ തലപ്പത്തിരിക്കുന്നവരിൽ ഇത്രയും നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയല്ലേ സർക്കാർ നിലകൊള്ളേണ്ടത്? അതോ മന്ത്രിമാർക്ക് വേണ്ടി മാത്രമാണോ?
ഉളുപ്പില്ല മന്ത്രിമാർ ഇങ്ങനെ കാണിക്കാൻ, ഇങ്ങനെ പ്രസംഗിക്കാൻ പൊതുവേദിയിൽ. നിന്നെയൊക്കെ പോലുള്ള പിന്നെ മന്ത്രിസ്ഥാനം സാംസ്കാരിക വകുപ്പെടുത്ത് കൈ തന്നവനാണ് അടിക്കാൻ. എന്തായാലും ഇതുപോലുള്ള മന്ത്രിമാർ ഇനി കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടായാൽ കേരളം നശിച്ചുകൊണ്ടിരിക്കും. ഇനി കോൺഗ്രസ് വന്നാലും BJP വന്നാലും ഇനിയിപ്പോ ഒരു പാർട്ടി സ്വതന്ത്രമായിട്ട് വന്നാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നാൽ തീർച്ചയായിട്ടും ഈ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് അവസാനിക്കും. യാതൊരു തർക്കമില്ല. അത്രയ്ക്ക് ചെറ്റത്തരമാണ് നിങ്ങൾ കയറിയിരുന്ന് വിളിച്ചു പറയുന്നത്. മന്ത്രിസ്ഥാനം കയ്യിലുണ്ടല്ലോ, അകമ്പടി ഉണ്ടല്ലോ, എന്തു ആകാമല്ലോ. ഹൈക്കോടതി ജഡ്ജി വരെ കൈക്കൂലി വാങ്ങിക്കൂട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളെ പോലുള്ളവർ വാങ്ങാതിരിക്കുമോ? തീർച്ചയായിട്ടും വാങ്ങും. ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ പെൻഷന്റെ ഒന്നും ആവശ്യമില്ലായിരിക്കും. അമ്മയ്ക്ക് പോലും തള്ള നിങ്ങൾക്ക് എന്തിനാ പെൻഷൻ എന്ന് ചോദിച്ച വ്യക്തിയല്ലേ നിങ്ങള്? അപ്പൊ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ആവശ്യമാണ്. കാര്യം നിങ്ങളെയൊക്കെ അവിടെ കയറ്റി ഇരുത്തിയില്ലേ, സഹിക്കുന്നില്ല നിങ്ങളെ. അപ്പം കേരളത്തിലെ ജനങ്ങളെല്ലാരും പോയി ചത്തോളി. വയോജനങ്ങൾക്ക് പെൻഷൻ തരാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ തരില്ല. കേരളത്തിലെ പ്രായമായവർ മരിക്കുന്നില്ല, പെൻഷനും വാങ്ങി അങ്ങ് ജീവിക്കുകയാണ്. സർക്കാരിന് ബാധ്യതയാവുന്നു. അപ്പൊ സർക്കാരിന്റെ ബാധ്യത അങ്ങ് മാറ്റിക്കൊടുത്തൂടെ നിങ്ങൾക്ക്? എന്തിനാ ഇങ്ങനെ നിങ്ങളെ പെൻഷനും വാങ്ങി ജീവിക്കുന്നത്? ഇപ്പൊ എത്ര നാളായി നിങ്ങൾക്കൊക്കെ പെൻഷൻ കിട്ടിയിട്ട്? ഇപ്പൊ ഒരു ഗഡു അനുവദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അത് മതിയോ? കുറെ കടമുണ്ടല്ലോ നേരത്തെ തരാനായിട്ട്, അതൊന്നും വേണ്ടേ? അതൊക്കെ അങ്ങ് സജിച്ചറിയാൻ കൊടുത്തേക്ക്. സാംസ്കാരിക വകുപ്പെന്ന് അവിടെ ഇരുന്ന് പറയല്ലേ. അപ്പൊ കേരളത്തിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. വയോജനങ്ങളെല്ലാം തല്ലിക്കൊല്ലുക. ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കോ. അപ്പൊ നമസ്കാരം.